എല്ലാവർക്കും പുതിയ അക്കാദമിക് ഇയറിലേക്ക് സ്വാഗതം. ലോകം ഒരു മഹാമാരിയെ നേരിടുമ്പോൾ നമ്മൾക്ക് ക്യാമ്പസുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കാദമിക് പർപ്പസിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കഴിഞ്ഞ് 2020-21 അക്കാദമിക് ഇയർ തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെ മുതൽ. ഇന്ന് ഞാൻ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ്. നമുക്കറിയാം വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നതും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നതും വാട്ട്സ് ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ കോറായിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ചും അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചെല്ലാമാണ് ഈ ഒരു കോഴ്സ് ഡീൽ ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ആൾവേസ് സെഡ് ദാറ്റ് ദ ഗ്രേറ്റ് വിഷൻ വിത്തൗട്ട് ഗ്രേറ്റ് പീപ്പിൾ ഈസ് അൺഅച്ചീവബിൾ. നമ്മൾക്കറിയാം ഒരു വലിയൊരു ലക്ഷ്യം നേടണമെങ്കിൽ അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തമായ ഒരു വ്യക്തിയോ ഒരു കൂട്ടമോ ഇല്ലാതെ ആ ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. ഇതുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷനിൽ human resource management is an important role in an organizational management. What is the role of an HRM in any organization? We know that whether a small organization or a big organization, human resources management play a major role and ever important role. From this we want to understand what is human resource. എന്താണ് human resources? Human resource describe the people who make up the workforce of an organization. Human resource എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ അതിൻ്റെ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വർക്ക് ഫോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെ, ഗോൾസിനെ, അതിൻ്റെ പ്രോഫിറ്റ് മേക്കിംഗ് ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. Then we want to discuss about what is human resource management. From the what is human resources, we can answer what is human resource management. Human resource management is a function concerned with promoting and enhancing the development of work effectiveness and advancement of the human resources in an organization. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതിന് അവർക്ക് ട്രെയിനിങ് നൽകുക എന്നുള്ളതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊമോട്ടിംഗ് ആൻഡ് എൻഹാൻസിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വർക്ക് എഫക്റ്റീവ്നെസ് and advancement of the human resource in an organization. For what? For to achieving the predetermined objectives of an organization. How we will achieving this human resource management goals? Next point is said that those are achieved through proper planning, organizing, directing, controlling of all the activities related to procurement,
development, motivation, compensation of all the employees to attain the objectives of the organization. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യണം, അവരെന്ത് ചെയ്യണം. ദെൻ ഓർഗനൈസ് ദ ഹ്യൂമൻ റിസോഴ്സസ്, ദെൻ ഡയറക്റ്റിംഗ് കൺട്രോളിങ് ദ ഹ്യൂമൻ റിസോഴ്സസ്. നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് എന്തെല്ലാം ഏത് സമയത്ത് എങ്ങനെ ചെയ്യണം, ആരൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം, എവിടെയൊക്കെ ട്രെയിനിങ് നൽകണം, ഏത് രൂപത്തിലുള്ള ട്രെയിനിങ് ആണ് നൽകേണ്ടത്, അവർക്ക് എങ്ങനെയൊക്കെയാണ് കോമ്പൻസേഷൻ നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രവൃത്തിയെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ എല്ലാ പ്രവൃത്തിയെയും കൂടി കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ definition of human resource management. Human resource management deals with the planning, organizing, directing and controlling of personal functions of an enterprise of our organization. First, human resource നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് എന്താ ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുക. ഒരു ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, അവരെ തന്നെ ഡയറക്റ്റ് ചെയ്ത് അതിനെ ഓവറോൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്തതിന് ശേഷം ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്തെന്ന് പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്തെന്ന് പറഞ്ഞു, അതിനുശേഷം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷന് നമ്മൾ പറഞ്ഞു. അതിൽ നിന്നെല്ലാം നമ്മൾക്ക് വ്യക്തമാവുന്നതാണ് വാട്ട് ഇസ് ദ ഫീച്ചേഴ്സ് ഓഫ് HRM, മാനേജ്മെൻറ്റ് ഫങ്ഷൻ. യെസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ഫങ്ഷൻ, അപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഫങ്ഷൻസും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിനെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. ഇറ്റ്സ് ആൻ കോംപ്രഹെൻസീവ് ഫങ്ഷൻ. മാനേജ് പീപ്പിൾ അറ്റ് വർക്ക്, അവരുടെ ജോലിയിൽ ഓർഗനൈസേഷനിൽ അവർ ചെയ്യുന്ന ജോലിയിൽ അവരെ മാനേജ് ചെയ്യുക എന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ദെൻ ഈസ് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. എവ്രി എംപ്ലോയി ഈസ് കൺസിഡേഴ്സ് ആസ് ആൻ ഇൻഡിവിജ്വൽ. ഓരോ എംപ്ലോയിയെയും കൺസിഡർ ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വലായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസ്. ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫങ്ഷനാണ്. ഇറ്റ്സ് നോട്ട് ഒരു ഓർഗനൈസേഷൻ എത്ര കാലം റൺ ചെയ്യുന്നുവോ അത്രയും കാലം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ അതിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് HRM. എന്തൊക്കെയാണ് HRM ഒരു ഓർഗനൈസേഷനിൽ എന്തിനൊക്കെയാണ് വേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കളിക്കുന്ന ഒരു മേജർ പ്ലേ അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ് ഓഫ് HRMനെ 4 തിരിക്കുന്ന അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് വൺ ഈസ് പ്രൊഫഷണൽ ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ്, സോഷ്യൽ ഇമ്പോർട്ടൻസ് ആൻഡ് നാഷണൽ ഇമ്പോർട്ടൻസ്. Individual importance means procurement of a required talent through recruitment, selection, placement and training. ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടാലൻ്റായിട്ടുള്ള അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയിനെ സെലക്ട് ചെയ്യുക ത്രൂ എങ്ങനെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിലൂടെ പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിലൂടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നൽകും. യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദി സക്സസ് ഓഫ് എൻ്റർപ്രൈസസ്. ഇൻഡിവിജ്വലായിട്ട് ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ഓരോ വർക്ക് ഫോഴ്സിൻ്റെയും അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യും. നെക്സ്റ്റ് ഈസ് പ്രൊഫഷണൽ ഇമ്പോർട്ടൻസ്. ഓരോ ഇൻഡിവിജ്വലിനും മാക്സിമം ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ.
ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നൽകും ഓരോ കമ്പനിയും. ദെൻ സോഷ്യൽ ഇമ്പോർട്ടൻസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെ ഓരോ ഇൻഡിവിജ്വലിനും, ഓരോ എംപ്ലോയിക്കും അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വർക്ക് ഫോഴ്സിന് ഏതാണോ സ്യൂട്ടബിൾ ജോബ്, ആ സ്യൂട്ടബിൾ ജോബ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് റൈറ്റ് പേഴ്സൺ ഇൻ ആൻ റൈറ്റ് പ്ലേസ് ഓർ റൈറ്റ് ജോബ്. ആൻഡ് ആൾസോ ഇറ്റ്സ് ഗിവ് എ റീസണബിൾ കോമ്പൻസേഷൻ ടു വർക്കേഴ്സ്. റീസണബിൾ അതായത് നമ്മൾ ജോലി ചെയ്യുന്ന ജോലിക്ക് റീസണബിൾ ആയിട്ടുള്ള, അവരുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ, സാലറി, വേജസ് എന്നിവ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തും എന്നുള്ളതാണ്. ദെൻ നാഷണൽ ഇമ്പോർട്ടൻസ്. എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് വിൽ ഇൻക്രീസ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് നേഷൻ. ഹൗ? നമ്മുടെ ഓർഗനൈസേഷൻ്റെ വളർച്ച, എക്കണോമിക് ആയിട്ടുള്ള വളർച്ച നമ്മുടെ നാഷണൽ എക്കണോമിക് ഗ്രോത്തിനെയും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഹാവ് എ വൈഡ് സ്കോപ്പ്. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് വരെ, അവസാനിപ്പിക്കുന്നത് വരെ ഹ്യൂമൻ റിസോഴ്സസ് പ്ലേ എ മേജർ റോൾ. ഹ്യൂമൻ റിസോഴ്സസ് ഇസ് പ്ലാനിങ്. നമ്മുടെ റിസോഴ്സസിനെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുന്നതും, പ്ലാനിങ് പിന്നീട് നമ്മുടെ ജോബ് അനാലിസിസ് ചെയ്യുന്നതും, അതിനെ ഡിസൈൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും അതിനെ സെലക്ട് ചെയ്യുന്നതും, ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്, നമ്മൾ എടുത്ത വർക്കേഴ്സിനെ, സെലക്ട് ചെയ്ത വർക്കേഴ്സിന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നൽകുന്നതും, അവരുടെ മോട്ടിവേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഹാസ് വൈഡ് സ്കോപ്പ് എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM? General objectives and a specific objective. First one is general objective. Optimum individual development. First point is optimum individual. Individual opinion must be properly considered while taking decisions. Human resource management, individual opinion must be properly considered while taking decisions. നെക്സ്റ്റ് ഈസ് ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സസിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സസിനെ കൊണ്ട് സാധിക്കും. അത് ഒരു മെയിൻ ഒബ്ജക്റ്റീവാണ്. മോൾഡിങ് ഹ്യൂമൻ റിസോഴ്സ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ മാക്സിമത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഹ്യൂമൻ റിസോഴ്സസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് മോൾഡിങ് ഹ്യൂമൻ റിസോഴ്സ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. നമ്മുടെ ലേബേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ജനറൽ ഒബ്ജക്റ്റീവിൽ വരുന്ന ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് ഈസ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. സ്പെസിഫിക് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സസിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. റൈറ്റ് പേഴ്സൺ റൈറ്റ് ജോബിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ പ്രൊഡക്ഷൻ ഫങ്ഷന് വേണ്ടിയിട്ടുള്ളവരെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് അവരുടെ പ്രൊഡക്ഷൻ ഫങ്ഷനിൽ തന്നെ അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അതായത് റൈറ്റ് പേഴ്സൺ അറ്റ് എ റൈറ്റ് ടൈം, ശരിയായിട്ടുള്ള സമയത്ത് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ട്രെയിനിങ് ഫെസിലിറ്റീസ്. നമ്മൾ ആളുകളെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നൽകുക.
അതായത് അവർ ഏത് ജോബാണോ ചെയ്യേണ്ടത് അതിൽ അവരുടെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ടു ന്യൂ എംപ്ലോയീസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോഡ് ഓഫ് കണ്ടക്ട്, എത്തിക്സ്, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പ്രോസസ്സിനെ കുറിച്ച് ഒരു ന്യൂ എംപ്ലോയിക്ക് ഓറിയൻറ്റേഷൻ നൽകുക. ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ഫെസിലിറ്റീസ്. അവർക്ക് ഓർഗനൈസേഷൻ, ഫാക്ടറിയിൽ, പ്ലാന്റിൽ അവർക്ക് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് നൽകുക. അവർക്ക് വേണ്ടിയിട്ടുള്ള വേജസ്, ഗുഡ് സാലറി, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ് എല്ലാം പ്രോപ്പറായിട്ട് നൽകുക. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഒരു എംപ്ലോയി കമ്പനിയിൽ നിന്ന്, ഓർഗനൈസേഷനിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നൽകുക. മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ട്രേഡ് യൂണിയൻസ്. വലിയ ഓർഗനൈസേഷനിൽ ട്രേഡ് യൂണിയൻസ് ഉണ്ടാവാറുണ്ട്. അവരുമായിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും ട്രേഡ് യൂണിയനിൽ നിന്നും ബിറ്റ്വീൻ ദ ട്രേഡ് യൂണിയൻസ് ആൻഡ് ദ കമ്പനി ഓർ ദ ഓർഗനൈസേഷൻ മേക്ക് എ ഗുഡ് റിലേഷൻസ് ഓർ മെയിൻ ഗുഡ് റിലേഷൻസ്. ഇതെല്ലാമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും നന്ദി.